എല്ലാവരും കൂടി മനഃപൂർവ്വം എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക. ഇപ്പൊ തന്നെ ഈ മുളകുപൊടി താഴെ വീണ് ചിതറിയിരുന്നെങ്കിൽ അത് എന്നെ കൊണ്ട് വാരിപ്പിക്കാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? ഇല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അതെ, നിന്റെ മനസ്സിലെ കുനിഷ്ടും കുതന്ത്രവും ഒക്കെയാ നീ ഇവിടെ വിളമ്പുന്നത്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കാ ഉള്ളത്, എനിക്കല്ല. ഞാൻ എത്ര ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളെ സ്റ്റഡി ചെയ്യുമല്ലേ? കൊള്ളാലോ, സ്റ്റഡി ചെയ്യാൻ നീ ആരെ, പ്രൊഫസറോ? നീ ചെമ്പകമംഗലത്ത് വന്നത് വല്ല തീസീസും തയ്യാറാക്കാനാണോ? അല്ല, അറിയാൻ മേലാച്ചിട്ട് ചോദിച്ചതാ. അതെ, ഇവിടെ നിങ്ങളെയൊക്കെ ശരിക്കും സ്റ്റഡി ചെയ്താലേ ഒരു നോവൽ എഴുതാം. പാരഭവനമെന്ന് അതിന് പേരിടാം. മര്യാദക്ക് സംസാരിക്കണം. ഞാൻ ഇവിടുത്തെ ആരാണെന്ന് നിനക്കറിയാവോ? അവളങ്ങ് വെട്ടി വെട്ടി കേറുകയാണല്ലോ. വെട്ടി വെട്ടി കേറുമല്ല, എന്നെ വെട്ടി വീഴ്ത്താനുള്ള നിങ്ങളുടെ ഓരോരോ നീക്കങ്ങളെ കുറിച്ച് പറഞ്ഞതാ. മര്യാദക്ക് ഏറ്റ ജോലി ചെയ്യടി. അത് ചെയ്യാൻ തന്നെയാ വന്നിരിക്കുന്നത്. എന്നാ അങ്ങോട്ട് ചെയ്യ്. കണ്ടോ പണിയായുധങ്ങള്? കണ്ടോ? നിങ്ങളൊക്കെ എന്നെ എത്ര ദ്രോഹിക്കാൻ ശ്രമിച്ചാലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. എനിക്കെന്റെ അമ്മയുണ്ട് കൂടെ. എന്റെ അമ്മയുടെ അനുഗ്രഹം എനിക്കുള്ളത്. പക്ഷേ എന്നോട് നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഈ അവഗണനയും കളിയാക്കലും ഒക്കെ ഉണ്ടല്ലോ, അതിന് ദൈവം ചോദിക്കും നിങ്ങളോട്. ദൈവം വേണ്ടടി, ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം നിന്നോട്. അഹങ്കാരി എടി, നിന്നെ ഉണ്ടല്ലോ. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ 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 അയ്യോ, നിന്ന് ചിരിക്കുന്നോടി. അതെ, പണ്ടൊക്കെ ദൈവം പിന്നെന്നായിരുന്നു. ഇപ്പൊ ദൈവം അപ്പഴാ. ദൈവമേ, നിനക്ക് നന്ദി. എനിക്ക് തീരെ സൗകര്യമില്ല. വേണ്ടി ഞാനേ ഒരു ക്രെയിൻ വിളിക്കാം. ഞാൻ ഇവിടെ എഴുന്നേറ്റുണ്ടല്ലോ, നിന്റെ അന്ത്യ കൂതാശയാ, നോക്കിക്കോ. എഴുന്നേറ്റിട്ട് വേണ്ടേ കൂതാശയും വെഞ്ചരിപ്പും ഒക്കെ? ഇതേ ഒരു ഗുണപാഠമാ. ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കും. കെട്ടിലമ്മ ചമഞ്ഞ് അനിയർക്കിട്ട് വേല വെക്കുമ്പോ ഓർക്കണം. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, മഹാപാര മഹാപാര. ചെലിവില്ല് വെച്ചിട്ടെങ്കിലും നിന്നെ വീഴ്ത്തിയില്ലെങ്കിലേ എന്റെ പേര് ചെമ്പകമംഗലത്ത് സാവിത്രി ഇതല്ല.